ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ ഓടാന്ന് കരുതി പോയതായിരുന്നു രാവിലെ. ഒരു 8, 8:30 ആകുമ്പോഴത്തേന് ഓടി തളർന്ന് വായന്ന് ഒരയുമ്പോഴത്തേക്ക് വന്നു. കുറേ കാലത്തിന് ശേഷം ഓടിയതുകൊണ്ടായിരിക്കാം. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണല്ലോ. നേരെ ചാമ്പ്യൻസിലേക്ക് വിട്ടു. അവിടെ ആണെങ്കിൽ ലാലേട്ടന്റെ പുതിയ പടം റിലീസായ പോലെ ഒടുക്കത്തെ ജനം. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള എടേര ഹോട്ടലൊന്ന് പോയി നോക്കി. അവിടെ വിജയുടെ പടം ഇറങ്ങിയ അവസ്ഥയായിരുന്നു. അടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ തൊട്ടപ്പുറത്ത് സൂര്യ പടം റിലീസായ പോലെ ടാഷ്കിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു. വലിയ ജനമൊന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് ആളുണ്ട്. അവിടെ കയറി എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി. അവിടെ ഉള്ളത് പുട്ട്, ബീഫ്, പത്തിരി, പിന്നെ പൊറോട്ട, ഇങ്ങനെ എല്ലാ ദോശയും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പത്തിരിയും ബീഫും കഴിക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. ഇവന്മാര് പൊറോട്ടയും മുട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധനം വന്നു. ഇവന് ബോട്ടി പറഞ്ഞ് അത് കിട്ടാത്തതുകൊണ്ട് അവനും ബീഫാക്കി. അങ്ങനെ 4 പേർക്കും ബീഫ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ആയതുകൊണ്ട് പറയല്ല, കിടിലൻ ടേസ്റ്റ്. ഇവിടുത്തെ ഫുഡൊന്നും അത്ര മോശമായിട്ട് തോന്നില്ല. നല്ല കിടിലൻ ബീഫായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഇവിടുന്ന് രാവിലെ കഴിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ രാത്രി വരെ വിശപ്പുണ്ടാവില്ല. അത്രയും കഴിച്ചു പോകും. ഞാനാണെങ്കിൽ പുട്ടും പത്തിരിയൊക്കെ മാറി മാറി കഴിച്ചു. പഴംപൊരിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് പുറത്തു പോയി ഒരു നടത്തമൊക്കെ നടന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞ് പതിയെ വീട്ടിലേക്കുള്ള പോകാനുള്ള പരിപാടികൾ ആരംഭിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ ഓടാന്ന് കരുതി പോയതായിരുന്നു രാവിലെ. ഒരു 8, 8:30 ആകുമ്പോഴത്തേന് ഓടി തളർന്ന് വായന്ന് ഒരയുമ്പോഴത്തേക്ക് വന്നു. കുറേ കാലത്തിന് ശേഷം ഓടിയതുകൊണ്ടായിരിക്കാം. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണല്ലോ. നേരെ ചാമ്പ്യൻസിലേക്ക് വിട്ടു. അവിടെ ആണെങ്കിൽ ലാലേട്ടന്റെ പുതിയ പടം റിലീസായ പോലെ ഒടുക്കത്തെ ജനം. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള എടേര ഹോട്ടലൊന്ന് പോയി നോക്കി. അവിടെ വിജയുടെ പടം ഇറങ്ങിയ അവസ്ഥയായിരുന്നു. അടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ തൊട്ടപ്പുറത്ത് സൂര്യ പടം റിലീസായ പോലെ ടാഷ്കിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു. വലിയ ജനമൊന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് ആളുണ്ട്. അവിടെ കയറി എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി. അവിടെ ഉള്ളത് പുട്ട്, ബീഫ്, പത്തിരി, പിന്നെ പൊറോട്ട, ഇങ്ങനെ എല്ലാ ദോശയും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പത്തിരിയും ബീഫും കഴിക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. ഇവന്മാര് പൊറോട്ടയും മുട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധനം വന്നു. ഇവന് ബോട്ടി പറഞ്ഞ് അത് കിട്ടാത്തതുകൊണ്ട് അവനും ബീഫാക്കി. അങ്ങനെ 4 പേർക്കും ബീഫ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ആയതുകൊണ്ട് പറയല്ല, കിടിലൻ ടേസ്റ്റ്. ഇവിടുത്തെ ഫുഡൊന്നും അത്ര മോശമായിട്ട് തോന്നില്ല. നല്ല കിടിലൻ ബീഫായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഇവിടുന്ന്